പ്രിയരെ നമസ്കാരം. സ്വാമി വിവേകാനന്ദന്റെ ജീവിതകഥ ഭാഗം 24. സ്വാമിജി പാശ്ചാത്യ ലോകത്ത് പകർന്ന വെളിച്ചം എന്തായിരുന്നു? സിസ്റ്റർ നിവേദിത പറയുന്നു, ഞാൻ തന്നെയാണ് ദൈവം എന്ന ഉറപ്പിച്ചെടുക്കലായിരുന്നു അത്. അവരവർക്കുള്ളിലെ ഈശ്വരീയതയെ യുക്തിഭദ്രമായി മാനവൈക്യവുമായി കണ്ണുചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ദൈവികതയുടെ മഹാപാരമ്പര്യത്തിലേക്ക് കടന്നുവരാൻ അദ്ദേഹം വാതിലുകൾ തുറന്നിട്ടുകൊടുത്തു. ബ്രഹ്മസമാജത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ ബിപിൻ ചന്ദ്രപാൽ എന്ന പിൽക്കാല ദേശീയ നേതാവ് 1898 അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാക്കുകളിലാണ്. സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലണ്ടിൽ നടത്തിയ പ്രഭാഷണങ്ങൾ കൊണ്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർ പറയുന്നു, സ്വാമിജിയുടെ സുഹൃത്തുക്കളും ആരാധകരും ചേർന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ അതിശയോക്തി കലർത്തി അവതരിപ്പിക്കുകയാണ് എന്ന്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. ഓരോ കോണിലും ഇവിടെ ശ്രദ്ധേയമായ സ്വാധീനം സ്വാമിജി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ പല ഭാഗങ്ങളിലും സ്വാമിജിയെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ കാണാൻ എനിക്ക് ഇടവന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽ പെടുന്നില്ല എങ്കിലും, അദ്ദേഹവുമായി അഭിപ്രായ ഭിന്നതയുണ്ട് എങ്കിലും ഞാൻ പറയട്ടെ, സ്വാമിജി ഇവിടെ പലരുടെയും മിഴികൾ തുറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്രയോ പേരുടെ ഹൃദയങ്ങളെ വിശാലമാക്കിയിരിക്കുന്നു. ആ പ്രബോധനങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം ഭൂരിഭാഗം ജനങ്ങളുടെയും വിശ്വാസം പൗരാണികമായ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അത്ഭുതാവഹമായ ആധ്യാത്മിക സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു വികാരം ഉണർത്തുന്നതിന് മാത്രമല്ല, ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ ഒരു സുവർണ ബന്ധം സ്ഥാപിക്കുന്നതിനും സ്വാമിജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ ക്രൈസ്തവീയത വിട്ട് പോരുകയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭവം പറയാം. ഇന്നലെ വൈകുന്നേരം ലണ്ടനിലെ ദക്ഷിണ ഭാഗത്തുള്ള ഒരു സുഹൃത്തിനെ സന്ദർശിക്കുവാൻ പോവുകയായിരുന്നു ഞാൻ. യാത്രക്കിടയിൽ വഴിതെറ്റിയ ഞാൻ ഏത് ദിശയിലേക്ക് നീങ്ങണമെന്ന് ശങ്കിച്ചു വഴിയിൽ നിൽക്കുന്ന വേളയിൽ ഒരു സ്ത്രീയും ഒരാൺകുട്ടിയും എനിക്ക് അടുത്തെത്തി വഴി കാട്ടാൻ മുതിർന്നു. അവരെന്നോട് ചോദിച്ചു, വഴിതെറ്റിയതാണല്ലേ, ഞാൻ സഹായിക്കട്ടെ താങ്കളെ? അവർ ശരിയായ വഴിയിൽ എന്നെ എത്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏതോ പത്രത്തിൽ വായിച്ചറിഞ്ഞിരുന്നു നിങ്ങൾ ലണ്ടനിലേക്ക് വരുന്നുവെന്ന്. നിങ്ങളുടെ പ്രഥമ ദർശനത്തിൽ തന്നെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, ദാ നോക്കൂ, അതാണ് സ്വാമി വിവേകാനന്ദൻ. ട്രെയിൻ കിട്ടാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. അതിനാൽ ഞാൻ വിവേകാനന്ദനല്ല എന്ന് പറയാൻ എനിക്കായില്ല. എന്തായാലും സ്വാമി വിവേകാനന്ദനെ എത്ര ആരാധനയോടെ അവർ കാണുന്നുവെന്ന് എനിക്ക് വ്യക്തമായി. അതും വ്യക്തിപരമായി അറിയുന്നതിനു മുമ്പേ തന്നെ. ഈ സംഭവം എന്നിൽ ഏറെ കൃതാർത്ഥത പകർന്നു. ഞാൻ അണിഞ്ഞിരിക്കുന്ന ശിരോവസ്ത്രം കണ്ടിട്ടാണ് എന്നോടവർ ആദരം പുലർത്തിയത്. ഇതുകൂടാതെ വിദ്യാസമ്പന്നരായ നിരവധി ഇംഗ്ലീഷുകാരെ കാണാൻ കഴിഞ്ഞപ്പോഴെല്ലാം അവർ എത്ര ആരാധനയോടെ ഇന്ത്യയെ കാണുന്നുവെന്നും ആധ്യാത്മിക സത്യങ്ങൾക്ക് എത്ര ശ്രദ്ധാപൂർവം അവർ ഭാരതീയ പ്രഭാഷകർക്ക് കാതുകൾ നൽകുന്നുവെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏവർക്കും നമസ്കാരം.